നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും അപ്പുറം പ്രപഞ്ചം നിഗൂഢതകളുടെ ഒരു കലവറയാണ്. ആ നിഗൂഢതകളിൽ വെച്ച് ഏറ്റവും ഭയപ്പെടുത്തുന്നതും എന്നാൽ ശാസ്ത്രലോകത്തെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതുമായ ഒന്നാണ് ബ്ലാക്ക് ഹോളുകൾ. ബഹിരാകാശത്തെ ഒരു നിശ്ചിത ഭാഗത്ത് പദാർത്ഥങ്ങൾ അത്യധികം സാന്ദ്രതയോടെ കേന്ദ്രീകരിക്കുമ്പോഴാണ് ഒരു ബ്ലാക്ക് ഹോൾ രൂപപ്പെടുന്നത്. ഇവിടുത്തെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മൾക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്തത്ര ശക്തമാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗതയേറിയ പ്രകാശത്തിന് പോലും ഈ ആകർഷണ വലയത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അതുപോലെ പ്രപഞ്ചത്തിൽ നാം ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് കേട്ടാൽ ആരും അതിശയിച്ചു പോകും. ആ ബ്ലാക്ക് ഹോളിൻ്റെ പേരാണ് ടൺ 618. നാസയുടെയും മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളുടെയും പുതിയ പഠനങ്ങൾ പ്രകാരം കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ബ്ലാക്ക് ഹോളാണ് ഇത്. ഇതിൻ്റെ ഭാരം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സൂര്യനെ പോലെയുള്ള 6600 കോടി നക്ഷത്രങ്ങളെ ഒന്നിച്ചു ചേർത്ത് വെച്ചാൽ എത്ര ഭാരം വരുമോ അത്രയും വരും ഈ ഒറ്റ ബ്ലാക്ക് ഹോളിൻ്റെ ഭാരം. അതുപോലെ ടോൺ 618നേക്കാൾ വലിയൊരു ബ്ലാക്ക് ഹോൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ഫീനിക്സ് എ. എന്നാൽ ഇത് നിലവിൽ ഒരു നിഗമനം മാത്രമാണ്. നാസ ഇക്കാര്യം ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ടോൺ 618 എന്ന ബ്ലാക്ക് ഹോളിനെ കുറിച്ച് തന്നെ കൂടുതൽ പഠിക്കാം. ഭൂമിയിൽ നിന്നും ഏകദേശം 1080 കോടി പ്രകാശവർഷം സഞ്ചരിച്ചാലേ ഇതിൻ്റെ അടുത്ത് എത്താൻ കഴിയൂ. അതായത് സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് പോലും ടോൺ 618ൽ നിന്നും ഭൂമിയിലെത്താൻ 1080 കോടി വർഷങ്ങൾ വേണം. ശരിക്കും ഇതിൻ്റെ വലിപ്പം സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ്. ഇതിൻ്റെ ഈവൻ ഹൊറൈസൺ അഥവാ അതിർത്തിയുടെ വ്യാസം നമ്മുടെ സൗരയൂഥത്തിൻ്റെ വലിപ്പത്തേക്കാൾ 40 മടങ്ങ് കൂടുതലാണ്. ടൺ 618 വെറും ഒരു ബ്ലാക്ക് ഹോൾ മാത്രമല്ല, ഇതൊരു ക്വാസാർ കൂടിയാണ്. ഇതിനർത്ഥം ഇത് അതിവേഗം പദാർത്ഥങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നതാണ്. ഇങ്ങനെ വിഴുങ്ങുന്ന പദാർത്ഥങ്ങൾ ബ്ലാക്ക് ഹോളിന് ചുറ്റും കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണം മൂലം പുറത്തു വരുന്ന പ്രകാശം 140 ട്രില്യൺ സൂര്യന്മാർ ഒരുമിച്ച് പ്രകാശിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും തിളക്കമുള്ള വസ്തുക്കളിൽ ഒന്നായാണ് ശാസ്ത്രം ഇതിനെ കാണുന്നത്. ശരിക്കും ബ്ലാക്ക് ഹോളുകളെ ഭയപ്പെടുത്തുന്ന ഒന്നാക്കി മാറ്റുന്നത് അവ സമയത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തപ്രകാരം ഒരു ബ്ലാക്ക് ഹോളിൻ്റെ അസാമാന്യമായ ഗുരുത്വാകർഷണം സമയത്തിൻ്റെ വേഗത കുറയ്ക്കുന്നു. അതായത് നിങ്ങളൊരു ബ്ലാക്ക് ഹോളിന് സമീപം 1 മണിക്കൂർ ചിലവഴിച്ചാൽ ഭൂമിയിൽ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. ഇതിനെയാണ് നമ്മൾ ടൈം ഡയലേഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഈവൻ ഹൊറൈസണിനുള്ളിലേക്ക് വീണാൽ എന്തു സംഭവിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും ഈ ഈവൻ ഹൊറൈസണിലേക്ക് വീഴുന്ന ഈ പ്രതിഭാസത്തെ ശാസ്ത്രം വിളിക്കുന്നത് സ്പെഗറ്റിഫിക്കേഷൻ എന്നാണ്. ബ്ലാക്ക് ഹോളിൻ്റെ അതിശക്തമായ പുള്ളിങ് കാരണം നിങ്ങളുടെ ശരീരത്തിൻ്റെ കാൽഭാഗത്തെ ഗ്രാവിറ്റി തലഭാഗത്തേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് കൂടുതലായിരിക്കും. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു നൂഡിൽസ് പോലെ നീളത്തിൽ വലിച്ചു നീട്ടപ്പെട്ട് നിങ്ങൾ ആ സിംഗുലാരിറ്റിയുടെ ഭാഗമായി മാറും. ടോൺ 618 നമ്മൾ കാണുന്ന സാധാരണ ഗാലക്സികളിൽ ഒന്നല്ല സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ക്വാസാറാണ്. അതായത് ഇതിനു ചുറ്റുമുള്ള വാതകങ്ങൾ അത്യധികം തിളക്കത്തോടെ പ്രകാശിക്കുന്നതിനാൽ ഒരു ഗാലക്സിയിലെ മുഴുവൻ നക്ഷത്രങ്ങളെക്കാളും വലിയ തിളക്കം ഇതിനുണ്ട്. 1954 ശാസ്ത്രലോകം ആദ്യമായി ഇതിനെ തിരിച്ചറിഞ്ഞത്. കെയ്ൻ വെനാസിറ്റി എന്ന നക്ഷത്ര സമൂഹത്തിന്റെ ദിശയിലാണ് ഈ വലിയ ബ്ലാക്ക് ഹോൾ മറഞ്ഞിരിക്കുന്നത്. 1954 ആദ്യമായി ദൃശ്യമായെങ്കിലും 2004 ടൺ 618ന്റെ യഥാർത്ഥ വലുപ്പം ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞത്. ഇതിനു ചുറ്റുമുള്ള വാതകങ്ങളുടെ ചലനം നിരീക്ഷിച്ച ഗവേഷകർ ഇത് സൂര്യനേക്കാൾ 6600 കോടി മടങ്ങ് ഭാരമുള്ള ഒരു അതിഭീമൻ ബ്ലാക്ക് ഹോളാണെന്ന് സ്ഥിരീകരിച്ചു. ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഏറ്റവും ഉള്ളിലെ കേന്ദ്രഭാഗത്തെയാണ് ശാസ്ത്രം സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നത്. ഇവിടെ പദാർത്ഥങ്ങൾ അനന്തമായ സാന്ദ്രതയിൽ ഒരു ചെറിയ ബിന്ദുവിലേക്ക് ഒതുക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഭൗതികശാസ്ത്ര നിയമങ്ങളൊന്നും പ്രവർത്തിക്കില്ല. അവിടെ ശരിക്കും സ്പേസ് ടൈം എന്നത് അർത്ഥമില്ലാത്ത ഒന്നായി മാറുന്നു. അതുപോലെ ഒരു നക്ഷത്രം ബ്ലാക്ക് ഹോളിനരികിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഹോൾ ആ നക്ഷത്രത്തെ പതുക്കെ വലിച്ചു കീറാൻ തുടങ്ങും. ഇതിനെ ടൈഡൽ ഡിസ്റപ്ഷൻ ഈവന്റ് എന്നാണ് വിളിക്കുന്നത്. നക്ഷത്രത്തിലെ വാതകങ്ങൾ ഒരു നൂഡിൽസ് പോലെ ബ്ലാക്ക് ഹോളിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും ഒരു വലിയ പ്രകാശ വിസ്ഫോടനം ഉണ്ടാവുകയും ചെയ്യും. നാസയുടെ ടെലസ്കോപ്പുകൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി കാഴ്ചകൾ ബഹിരാകാശത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പുറത്തു നിന്ന് അറിയാൻ കഴിയില്ല. അതിന് നിറമോ രൂപമോ പ്രത്യേകതകളോ ഇല്ല. അതിനെ തിരിച്ചറിയുന്നത് 3 കാര്യങ്ങൾ കൊണ്ടാണ്. 1 അതിൻ്റെ മാസ്, 2 അതിൻ്റെ ഇലക്ട്രിക് ചാർജ്, 3 അത് കറങ്ങുന്ന വേഗത.
ഇതിനെയാണ് ശാസ്ത്രം നോ ഹെയർ തിയറം എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ബ്ലാക്ക് ഹോൾ വിഴുങ്ങുന്നത് ഒരു നക്ഷത്രത്തെയാണോ അതോ ഒരു സ്പേസ് ഷിപ്പിനെയാണോ എന്ന് നമുക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. എല്ലാം ഒരു മാസായിട്ട് തന്നെ അവിടെ നിലനിൽക്കുന്നു. ശരിക്കും ബ്ലാക്ക് ഹോളുകൾ വെറുതെ വിഴുങ്ങുക മാത്രമല്ല ചെയ്യുന്നത്. അവ വിഴുങ്ങുന്ന പദാർത്ഥങ്ങളുടെ ഒരു ചെറിയ ഭാഗം അത്യധികം വേഗതയിൽ ബഹിരാകാശത്തേക്ക് തിരികെ വരുന്നുണ്ട്. ഇതിനെ റിലേറ്റിവിസ്റ്റിക് ജെറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. ഈ ജെറ്റുകൾ പുതിയ നക്ഷത്രത്തിന്റെ ജനനത്തിനാവശ്യമായ ഗ്യാസുകൾ ഗാലക്സിയിലുടനീളം എത്തിക്കാൻ സഹായിക്കുന്നു. അതായത് ഒരു വശത്ത് നശിക്കുമ്പോൾ മറുവശത്ത് അവ പ്രപഞ്ചത്തെ പുനർനിർമ്മിക്കാനും സഹായിക്കുന്നുണ്ട്. നമ്മൾ ടോൺ 618നെ കുറിച്ച് സംസാരിച്ചെങ്കിലും നമുക്ക് ഏറ്റവും അടുത്തുള്ള ബ്ലാക്ക് ഹോൾ ഏതാണെന്ന് അറിയാമോ? അത് ഗായ BH1 ആണ്. ഇത് ഭൂമിയിൽ നിന്നും വെറും 1560 പ്രകാശവർഷം മാത്രം അകലെയാണ്. ഇതൊരു ചെറിയ ബ്ലാക്ക് ഹോൾ ആണ്. നമ്മുടെ സൂര്യന്റെ 10 മടങ്ങ് മാത്രം ഭാരമേ ഇതിനുള്ളൂ. പ്രപഞ്ചത്തിലെ അതിദൂര ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ സ്വന്തം മിൽക്കി വേയുടെ മധ്യഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭീമനെ കുറിച്ച് പറയാതെ പോകാൻ നമുക്ക് കഴിയില്ല. അതാണ് സജിറ്റേറിയസ് A. ഭൂമിയിൽ നിന്നും ഏകദേശം 26,000 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന് നമ്മുടെ സൂര്യന്റെ 40 ലക്ഷം മടങ്ങ് ഭാരമാണുള്ളത്. 2022 ചരിത്രത്തിൽ ആദ്യമായി ഇതിന്റെ ചിത്രം പകർത്താൻ ശാസ്ത്രലോകത്തിന് സാധിച്ചത്. ടൺ 618 പോലെയുള്ള ബ്ലാക്ക് ഹോളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വലുപ്പത്തിൽ ചെറുതാണെങ്കിലും നമ്മുടെ ഗാലക്സിയിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും തന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിലനിർത്തുന്നതിൽ ഈ ബ്ലാക്ക് ഹോൾ പ്രധാന പങ്കുവഹിക്കുന്നു. ശരിക്കും ഭൂരിഭാഗം നക്ഷത്രങ്ങളും സ്വയം കറങ്ങുന്നവയാണ്. ഒരു വലിയ നക്ഷത്രം കത്തിയൊടുങ്ങി ബ്ലാക്ക് ഹോളായി മാറുമ്പോൾ ആ കറക്കത്തിന്റെ വേഗത പല മടങ്ങ് വർദ്ധിക്കുന്നു. ഇത്തരത്തിൽ അതിവേഗത്തിൽ കറങ്ങുന്ന ബ്ലാക്ക് ഹോളുകളെയാണ് ഖെർ ബ്ലാക്ക് ഹോളുകൾ എന്ന് വിളിക്കുന്നത്. ഈ കറക്കം എത്രത്തോളം ശക്തമാണെന്ന് വെച്ചാൽ അത് ബ്ലാക്ക് ഹോളിന് ചുറ്റുമുള്ള സ്പേസ് ടൈമിനെ ഒരു മിക്സിയിൽ അടിക്കുന്നത് പോലെ വട്ടം കറക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഫ്രെയിം ഡ്രാഗിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ബ്ലാക്ക് ഹോളിന്റെ അരികിൽ നിങ്ങൾ ഒരു സ്പേസ് ഷിപ്പിൽ പോയാൽ എൻജിൻ ഓഫ് ചെയ്തിട്ടാൽ പോലും ആ ബ്ലാക്ക് ഹോൾ നിങ്ങളെയും വട്ടം കറക്കാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ അവിടെ നിശ്ചലമായി നിൽക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ശരിക്കും ഈ കറക്കത്തോടൊപ്പം തന്നെ മറ്റൊരു അത്ഭുതം കൂടി സംഭവിക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് ഹോളിന് ചുറ്റും അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ശരിക്കും ബ്ലാക്ക് ഹോളുകൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചാണ് പദാർത്ഥങ്ങളെ വലിച്ചെടുക്കുന്നത്. പ്രപഞ്ചത്തിൽ ഇതുവരെ നമ്മൾ കൃത്യമായി തിരിച്ചറിഞ്ഞ ബ്ലാക്ക് ഹോളുകളുടെ എണ്ണം ഏതാനും ആയിരങ്ങൾ മാത്രമാണ്. എന്നാൽ ഇത് കടലിലെ ഒരു തുള്ളി വെള്ളം പോലെ മാത്രമാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രത്തിന്റെ കണക്കുകൾ പ്രകാരം നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ ഏകദേശം 10 കോടി ബ്ലാക്ക് ഹോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കോടിക്കണക്കിന് ഗാലക്സികളുള്ള നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ എത്രത്തോളം ബ്ലാക്ക് ഹോളുകൾ ഉണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. പക്ഷേ ടെക്നോളജി വളരുന്നതിനനുസരിച്ച് വരും വർഷങ്ങളിൽ കൂടുതൽ വിസ്മയിപ്പിക്കുന്ന കണ്ടെത്തലുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രപഞ്ചം അതിൻ്റെ രഹസ്യങ്ങൾ ഓരോന്നായി നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുകയാണ്. നമ്മൾ അത് കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ബ്ലാക്ക് ഹോളുകളെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.